ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 10 ലോക ആരോഗ്യ ദിനം. മാനസിക ആരോഗ്യമില്ലാതെ ആരോഗ്യമില്ല. 2025 വിഷയം സേവനങ്ങളിലേക്കുള്ള പ്രവേശനവും ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല ദുരന്തങ്ങളും അഭിമുഖീകരിച്ചു വരുന്നു. 2018 വെള്ളപ്പൊക്കം, 2019 മുതൽ തുടങ്ങിയ കോവിഡ് കാലഘട്ടം, അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനതയെ ബാധിച്ചിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മാനസിക ആരോഗ്യവും അതിനുള്ള പ്രൊഫഷണൽസ്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കൂടുതൽ മനസ്സിലാക്കിയത്. മെന്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ആശുപത്രികളിൽ മാത്രം നിലകൊണ്ടിരുന്ന ഇവർ സമൂഹത്തിന്റെ അടിത്തട്ടിലും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ചില സാഹചര്യങ്ങളാണ്. ആ ഒരു വെളിച്ചത്തിലാകാം ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയും അതിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കാം ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഈ വിഷയം കൂടുതൽ പ്രസക്തമാകുന്നത്. ഇത്തരം പ്രതിസന്ധികളിൽ വ്യക്തിപരമായി മാത്രമല്ല സാമൂഹ്യം എന്ന നിലയിൽ സുഖപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതാണ് ലോക മാനസികാരോഗ്യ ദിനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം. അതിനെപ്പറ്റി കൂടുതൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ പല 3 പ്രൊഫഷണൽസ് ആണ് മാനസിക ആരോഗ്യത്തിൽ കൂടുതലായി നിലകൊള്ളുന്നത്. സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിക് സോഷ്യൽ വർക്കറും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതേപോലെ തന്നെ സൈക്യാട്രിക് നഴ്സിംഗ്, മറ്റു പല പ്രൊഫഷണൽസ് കൂടിയാണ് നമ്മൾ മാനസിക ആരോഗ്യത്തെ പുനർനിർമ്മിക്കുന്നത്. ആ സാഹചര്യത്തിൽ വ്യക്തിഗതമായ സുഖപ്പെടുത്തൽ മാത്രമല്ല, സാമൂഹ്യപരമായി തന്നെ ഒരു പുനർനിർമ്മാണം ആവശ്യമാണ്. അതിൽ ജനങ്ങളില് അതിന്റെ ഒരു ബോധവൽക്കരണം വളരെ പ്രധാനമാണെന്നാണ് ഈ വർഷം നമ്മളെ ബോധ്യപ്പെടും. സർക്കാർ ഉദ്യോഗസ്ഥർ, ആരോഗ്യ സാമൂഹിക പരിചരണ ദാതാക്കൾ, സ്കൂൾ ജീവനക്കാർ, മറ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ മാനസിക ആരോഗ്യം പിന്നോക്കം പോയ ദുരന്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ, അടിയന്തരാവസ്ഥ സാഹചര്യങ്ങളിൽ പിന്നോക്കം പോയിട്ടുള്ളവരെ സംരക്ഷിക്കുവാനും അവരുടെ മാനസികാരോഗ്യം പുനർനിർമ്മിക്കുവാനും ഈ ഉദ്യോഗസ്ഥരെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ടീം തന്നെ ഉണ്ടാക്കണമെന്നും ആ ബോധവൽക്കരണം ഉണ്ടാകണമെന്നും ഇത് നമ്മളുടെ ഒരു പ്രതിജ്ഞാബദ്ധരായി നമ്മളിത് സേവിക്കണമെന്നും ഉള്ളതാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിലെ ഒരു ചിന്ത. ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. അതില് പ്രധാനമായിട്ടും അടിയന്തര സാഹചര്യത്തിലുള്ള മാനസികാരോഗ്യം. അടിയന്തര സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളപ്പൊക്കം വരുമ്പോഴും അതൊക്കെ പെട്ടെന്ന് വരുന്നത്, അല്ലാതെ നമ്മളോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അല്ല വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യം ആവശ്യമാണ്, അതിന്റെ പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമാണ്. ഇതിലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, പണ്ട് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ നാടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുകയായിരുന്നു. നമ്മൾ ആ സാഹചര്യത്തിൽ അവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആ നാടിന് ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ എല്ലാം സൈക്കാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സും പല വിദ്യാർത്ഥികളും അവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ അതുമായിട്ട് പ്രതികരിച്ച് അങ്ങനെയൊരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം ആവശ്യമാണ്. കാരണം ഭയവും ഉത്കണ്ഠയും മുന്നോട്ടുള്ള കാര്യത്തിൽ എങ്ങനെ പോകും എന്നുള്ള ആ ഒരു സാഹചര്യം, മാനസികമായ ഒത്തിരി വിഷമതകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ആ ദുരന്ത ദിനത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ അടിയന്തരമായി തന്നെ കൊടുക്കുക എന്നുള്ളത് ജീവിതം പുനർനിർമ്മിക്കുന്നതിന് മാനസികാരോഗ്യം അത്യാവശ്യമാവുന്നു. ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, വയനാട്ടിൽ നടന്ന ദുരന്തം, ഉരുൾപൊട്ടലിൽ ഇന്നും അത് പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് മാനസികാരോഗ്യം ആവശ്യമാണ്. അതായത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാനസികമായ സമാധാനവും അതുപോലെ വിഷമതകളിൽ അനുഭവിച്ചവരെ പുനരുദ്ധരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന സാഹചര്യവും ഇങ്ങനെയുള്ള ദുരന്ത നിവാരണത്തിന് അടിയന്തരമായുള്ള സാഹചര്യങ്ങളിലും ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ അടിക്കടിയുള്ള വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം നിരന്തരം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. നമുക്ക് അടിയന്തരമായി പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. എന്നാൽ പോലും മാനസികാരോഗ്യം സംയോജിപ്പിക്കുന്നത് അടിയന്തര പ്രതികരണത്തെ ശക്തിപ്പെടുത്തുന്നു. നമുക്ക് എന്താണ് മാനസികാരോഗ്യം എന്ന് മനസ്സിലാക്കുകയും ഈ ജോലികളിൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ പ്രതികരണം കുറച്ചുകൂടെ ശക്തിയായിട്ട് നമുക്ക് ഈ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനും, നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കത് ചെയ്യാൻ മാത്രമേ, ഇപ്പൊ ചിലർക്ക് ഇതെന്തിനാണ് നിങ്ങൾ വരുന്നത്, ഇത് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലയിടത്തെങ്കിലും ചിന്തിക്കാം.
സോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു സാഹചര്യങ്ങൾക്ക് അടിയന്തിരമായി തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. മാനസിക ആരോഗ്യത്തിൽ നിക്ഷേപിക്കുന്നത് വീണ്ടെടുക്കലിൽ നിക്ഷേപിക്കുന്നത് എന്നാണ്. നമ്മൾ എന്തും നമ്മുടെ ചിന്തകളോ അല്ലെങ്കിൽ നമ്മുടെ ബോധവൽക്കരണമോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതോ അതിന്റെ ചർച്ചകളായിക്കൊള്ളട്ടെ, അതോ അല്ലെങ്കിൽ സാമ്പത്തിക നിക്ഷേപമായിക്കൊള്ളട്ടെ, ഇതെല്ലാം എന്ത് നിക്ഷേപം ഉണ്ടായാലും അത് ഭാവിയിലുള്ള നമ്മൾ ഇതുപോലുള്ള ദുരന്ത നിവാരണത്തിന് ഒരു വീണ്ടെടുക്കൽ എന്ന പോലെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് അടുത്തത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാനസികാരോഗ്യ സംരക്ഷണം ശക്തമായ സമൂഹത്തിലേക്ക് നയിക്കുന്നു. അതായത് ഓരോരുത്തരെയും ഉൾക്കൊള്ളിച്ച്, ഇപ്പം കൗമാരക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനസികാരോഗ്യ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ, കുട്ടികൾ, ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ പല പല മേഖലകളിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. നിങ്ങളുടെ മാനസികാരോഗ്യം, ഓരോരുത്തരുടെയും മാനസികാരോഗ്യം, നമ്മുടെ മാനസികാരോഗ്യത്തിൽ ബേസിക്കലി നമ്മളൊക്കെ എത്ര പേര് മാനസികാരോഗ്യത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നവരാണെന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ ഉറക്കവും വിശപ്പും, നമ്മൾ കറക്റ്റായിട്ട് സമയത്തിന് ആഹാരം കഴിക്കുന്നത്, നമ്മളുടെ ശുചിത്വം, നമ്മൾ ഓരോ ദിനചര്യകളും, നമ്മൾ സ്ട്രെസ് എന്ന് പറയും, ആ സമ്മർദ്ദങ്ങൾ, നമ്മൾ ദിനത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് സമ്മർദ്ദമുണ്ട്. നമ്മൾക്കൊരു ഒരു പ്രഷറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. ആ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ആ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ എക്സസൈസിലൂടെയോ നടത്തത്തിലൂടെയോ യോഗയിലൂടെയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ദിനചര്യകൾ എല്ലാം തന്നെയും, അല്ലെങ്കിൽ ഒരു ദിനം ചിട്ടപ്പെടുത്തി നമ്മൾ പോകാറുണ്ടോ? നമ്മൾ നല്ല പോഷകാംശമുള്ള ആഹാരം കഴിക്കാറുണ്ടോ? ഇതിലെല്ലാം നിലനിൽക്കും നമ്മളുടെ മാനസികാരോഗ്യം. അങ്ങനെ അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നമ്മൾ ശരിക്കും ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തികളിൽ നമ്മൾ നിലകൊള്ളുന്നുണ്ടോ? അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മദ്യപാനം, ലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ മറ്റു പലതും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അടിമപ്പെടുമ്പോൾ നമുക്കത് രോഗാവസ്ഥകളായിട്ട് മാറുകയാണ്. അപ്പം ഇതൊക്കെ ഒഴിഞ്ഞാണോ നമ്മൾ ജീവിക്കുന്നത്? അതിലെല്ലാം നിബിഡമായിരിക്കും മാനസികാരോഗ്യം. അതേപോലെ തന്നെ മാനസിക പ്രവർത്തകരുടെ ക്ഷേമം, അതായത് ഈ ജോലിയിൽ നിൽക്കുന്നവരുടെ മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ്. അവർക്ക് വേണ്ടുന്നത് ഏറ്റവും വലിയ അവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റമാണ്. അവർ ചെയ്യുന്ന ജോലിയെ മനസ്സിലാക്കുന്നുണ്ടോ? അവർ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ഇന്ന് തന്നെ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെയധികം ഒരു കച്ചവട സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എത്തിക്സ് പാലിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് വേണ്ടുന്ന സാഹചര്യവും അവരുടെ കിട്ടേണ്ട സമാധാനപരമായ അന്തരീക്ഷവും എല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും കൂടി അറിയിച്ചുകൊണ്ട് അവർക്കും ഒരു ലോക മാനസിക ആരോഗ്യ ദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും മാനസിക ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെ സെയിം ബൈ.